Unit 3 Classification of Elements and Periodicity in Properties. ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ ഫസ്റ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഡൊബറീനർ, ന്യൂലാൻഡ്, ലോതർമെയർ, മെൻഡലീവ്. ഇത് ഡീപ്പായിട്ട് പോകേണ്ടില്ല, ജസ്റ്റ് ലോ ഓഫ് ട്രയാഡ് എന്ന് പറയുമ്പോൾ അത് ഡൊബറീനർ, ലോ ഓഫ് ഒക്ടേവ്സ് ന്യൂലാൻഡ്. പിന്നെ ലോതർമെയർ എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു പഠിച്ചത്, അറ്റോമിക് വോള്യൂം, ഇതൊക്കെയാണ്. ദെൻ മെൻഡലീവ്സ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡി ചാൻകോട്ടോയ്സ് എന്ന ഒരാളുണ്ട് കേട്ടോ, ടെക്സ്റ്റിൽ ഒരു സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിളിൻ്റെ ആളാണ്, ജസ്റ്റ് ഓർത്തുക. ദെൻ മെൻഡലീവ്സ് പീരിയോഡിക് ലോ അറിയാലോ, ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അത് അറ്റോമിക് മാസ്. മോഡേൺ പീരിയോഡിക് ലോ എത്തിയപ്പോൾ എന്തായി, അവിടെ അറ്റോമിക് നമ്പറായി മാറി. ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പറായി. അത് മോസ്ലിയുടെ പീരിയോഡിക് ലോ, മോസ്ലിയുടെ പീരിയോഡിക് ടേബിളാണ് പുതിയത്. അതിൽ 18 ഗ്രൂപ്പ്സ്, 7 പീരിയഡ്സ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് സെഡ് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. 100-ൽ കൂടുതൽ അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റിന്, ഫോർ എക്സാമ്പിൾ 101, 101 ആകുമ്പോൾ അണ്ണിൽ IUM, UNU, അതിൻ്റെ ഒരു സിമ്പിളൊക്കെ കൊടുക്കുന്നത് പലപ്പോഴും ചോദിച്ചതാണ്, നമ്മൾ അതൊന്ന് പ്രതീക്ഷിക്കാം. ദെൻ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ ബ്ലോക്കിനുള്ളത്. എസ് ബ്ലോക്കിന് NS1 to 2, P ബ്ലോക്ക് NS2, NP1 to 6, അതിൽ എക്സെപ്ഷൻ ഉണ്ട് ഹീലിയം. ദെൻ ഡി ബ്ലോക്ക് അറിയാലോ, N-1D 1 to 10, NS0 to 2, അല്ലെങ്കിൽ 1 to 2 എന്ന് എഴുതാം. എഫ് ആകുമ്പോൾ അറിയാലോ, N-2F ആണ്, 1 to 14. പിന്നെ N-1D 1 to, അല്ലെങ്കിൽ 0 to 1 എഴുതാം. ദെൻ NS, അതും 0 to 2 ഒക്കെ വരാം. ദെൻ ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രദ്ധിച്ചോ. അറ്റോമിക് റേഡിയസ് ആണ് ഫസ്റ്റ്, അറ്റത്തിൻ്റെ സൈസാണത്. അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വേരിയേഷൻ ഇൻ ഗ്രൂപ്പ് എന്താവും, ഇൻക്രീസ് ആവും. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡ് ഡിക്രീസ് ആവും. അതിനുള്ള റീസണും പഠിക്കണേ, ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല, അത് നന്നായിട്ട് അറിയാതെ. താഴോട്ട് വരുമ്പം സൈസ് കൂടും, അതിൽ ഷെല്ല് കൂടുന്നതും ഒക്കെ പറയണ്ടല്ലോ. അതേപോലെ സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടാവും, കൂടിക്കൂടി വരും. ലെഫ്റ്റ് ടു റൈറ്റ് എന്താവും, ഈ നമ്പർ ഓഫ് ഷെല്ല് റിമെയിൻ സെയിം ആയിരിക്കും അല്ലേ, ഷെല്ലിൻ്റെ അടുത്ത് മാറ്റമൊന്നുമില്ല, ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ അറ്റോമിക് റേഡിയസ് ടോപ്പ് ടു ബോട്ടം കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ ചാർജ് കുറയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് കുറയാൻ കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. ദെൻ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്, അത് അയോണിക് റേഡിയസിൽ വരുന്നതാണ്. അറ്റത്തിൻ്റെ അടുത്ത ഭാഗമാണ് അയോൺ, കാരണം ഇലക്ട്രോൺ ലോസ് ആയാൽ കാറ്റയോൺ ആവും, ഇലക്ട്രോൺ ഗെയിൻ ആയാൽ ആനിയോൺ ആവും. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്താ അറിയില്ല, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ് IES, ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. അതൊന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അറിയല്ലോ. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളതിൽ എക്സാമ്പിളായിട്ട് പറയില്ല Na+Mg2+, അതൊക്കെ ഐസോ ഇലക്ട്രോണിക്കാണ്, കാരണം എല്ലാത്തിലും 10 ഇലക്ട്രോൺസ് ആണ്. അതിന് വേറെ ഐസോ ഇലക്ട്രോണിക്കാണ് Al3+. പിന്നെ അതിൽ ഏറ്റവും ചെറുത് ഏതാ വലുതാണെന്നുള്ള ക്വസ്റ്റ്യൻ അറിയില്ലോ. കാറ്റോണിൻ്റെ മുകളിലുള്ള പോസിറ്റീവ് ചാർജ് കൂടി വരുന്നതനുസരിച്ച് എന്തെങ്കിലും സൈസ് കുറഞ്ഞു വരും. ഇനി ആനോൺ ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് സൈസ് കൂടിക്കൂടി വരും. അതിലുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻ വന്നതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ പഠിക്കാനുള്ളത് ഇങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പോൾ Na+, കമ്പയർ ചെയ്യുമ്പോൾ Na വലുതും Na+ ചെറുതുമാണ്. അതിൽ പറയേണ്ടത് എന്ത്, എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരൻറ്റ് ആറ്റം, അതിലുള്ള റീസൺ പഠിക്കണേ. അതേപോലെ Cl-ഉം Cl- കമ്പയർ ചെയ്താൽ Cl- ആനയോൺ വലുതാണ്, നമ്മൾ പറഞ്ഞല്ലോ ആനയാണ്, ആനയോൺ വലുതാണ്, അതിൻ്റെ റീസണും പഠിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ആനയോൺ അതിൻ്റെ പാരൻറ്റ് ആറ്റത്തേക്കാൾ വലുതാണ്, അതിൻ്റെ റീസൺ ജസ്റ്റ് നോക്കേണ്ടി. അടുത്ത അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എന്താ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണിത്. ഇതിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാറ്. ആദ്യം ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അയോണൈസേഷൻ എനർജി ഡിക്രീസസ്. കാരണം അയോണൈസേഷൻ എനർജിയും അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പിയും അറ്റോമിക് സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയും. ലെഫ്റ്റ് ടു റൈറ്റ് അപ്പോൾ എന്താവും, അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. നോബിൾ ഗ്യാസിൻ്റെ കേസിൽ ഇവയാണ് ലാർജ് വാല്യൂ വരെ, ഹൈ വാല്യൂ. ഇനി അതിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യമാണെന്ത്, നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പം നൈട്രജനേക്കാളും ഓക്സിജന് കുറവാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് വേണം. അപ്പോൾ നൈട്രജൻ അറ്റോമിക് നമ്പർ എഴുതി 7 എഴുതുമ്പോൾ 2p3 എന്ന് കാണാം, അറിയാലോ, P3 സ്റ്റെബിലിറ്റി ഉണ്ട്, ഹാഫ് ഫീൽഡ് സ്റ്റേബിൾ, അതാണ് കാരണം. പിന്നെ ബെറിലിയത്തിൽ നിന്ന് ബോറോണിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വീണ്ടും കുറയുണ്ട്, അവിടെയും എക്സെപ്ഷൻ എന്ന് അതിനെ പറയും. ഇത് രണ്ടും എക്സെപ്ഷൻ ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത് അല്ലേ, നോർമൽ അല്ലത്, ഇത് അസാധാരണമായിട്ടുള്ള അനോമലസ് ആണ്. അപ്പോൾ അതിൽ ബെറിലിയത്തിൽ നിന്ന് ബോറോണിലേക്ക് എത്തുമ്പോൾ കുറയാനുള്ള കാരണം ഇതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ കാണാൻ പറ്റുക.
ഇതിൽ 2s2 എന്നാണ് ബെർലിയത്തിൽ അവസാനം വരിക. എസ് ഫുള്ളാണ്, സ്റ്റേബിളാണ്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ പറ്റി പറയട്ടെ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വന്നത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ക്ലോറിനാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ക്ലോറിനാണ്. അപ്പോൾ അതൊന്ന് റീസൺ ഫ്ലൂറിനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ശരിക്ക് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ എൻതാൽപ്പി എന്താണ് കുറഞ്ഞു വരണം. പക്ഷേ ഒരു അനോമലസ് അസാധാരണമായ സംഭവമാണിത്. ഫ്ലൂറിനേക്കാളും കൂടുതൽ ക്ലോറിനാണ്. അതും ചോദിച്ചതാണ്, ഇനിയും ചോദിക്കും. അപ്പോൾ ഫ്ലൂറിൻ ചെറുതാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫ്ലൂറിൻ ചെറുതാണ്. അപ്പോൾ ഫ്ലൂറിനിലെ ഒരു സ്മോൾ ഏരിയയിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. അവിടെ എന്തുണ്ട്? ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ട്. പക്ഷേ ക്ലോറിനിൽ ബാലൻസ് ഇലക്ട്രോൺ അങ്ങനെ റിപ്പൽഷൻ ഇല്ല. ലാർജ് ഏരിയയിലേക്കാണ് വരുന്നതെന്ന്. എന്തായാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് വേണം എഴുതാൻ. മറന്നുകൊണ്ടാണ് ഇതിലൊക്കെ ആറ്റോ നമ്പർ എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ മാർക്ക് ഫുള്ള് കിട്ടുള്ളൂ കേട്ടോ. മെയിൻ പോയിന്റ് എന്നിട്ട് എഴുതിയാൽ മതി. ദെൻ ഓക്സിജൻ ആൻഡ് സൾഫർ ഇതേ കമ്പാരിസണാണ്. സെയിം തന്നെ, ഓക്സിജൻ ചെറുതാണെന്ന് അതേ കാരണം തന്നെ ഓക്സിജനും സൾഫറും. ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അതിൽ ശ്രദ്ധിക്കാതെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ എൻതാൽപ്പി കമ്പയർ ചെയ്യാൻ പറയും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു എലമെൻറ്റിന് കോൺസ്റ്റൻ്റ് അല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലുകളുണ്ട്. അതിൽ ലീനസ് പൗളിംഗ് സ്കെയിൽ പിന്നെ വേറെ ഉണ്ട് മുള്ളിക്കൻ സ്കെയിൽ, പിന്നെ ആൽറെഡ് റോച്ചോ സ്കെയിലുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻറ്റ് ഉറപ്പായും ചോദിക്കും ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഏറ്റവും കൂടുതൽ ക്ലോറിനാണ്. രണ്ടും കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ വാലൻസി, ജസ്റ്റ് വാലൻസി ഇങ്ങനെ അല്ലേ ഒരു സെക്കൻഡ് പീരീഡൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് എന്താണ് വാലൻസി എന്ന് പറഞ്ഞത്. പിന്നെ നെയിമിൽ വരുന്നുണ്ട് എന്ത് ബൈനറി കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്. ഇപ്പോൾ കാർബണും ക്ലോറിനും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന് CCl4 എന്ന് വരുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചതല്ലേ. ഓക്കെ, അത് എഴുതി പഠിക്കുക. പിന്നെ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ്, അത് ഇമ്പോർട്ടൻ്റ്, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിന് മാത്രം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബോറോൺ, ഏത് ഗ്രൂപ്പ് 13 ബോറോൺ ബാക്കിയുള്ള മെമ്പേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിഥിയാണ് ആൽക്കലി മെറ്റലിൽ ഫസ്റ്റത്തെ ആൾ. ലിഥിയം റിമൈനിങ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ചോദിക്കും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ, ശ്രദ്ധിക്കണേ അതൊക്കെ അല്ലേ. അത് ചെറുതാണ്, ഇത് ലിഥിയം ചെറുതാണ്, അതിൻ്റെ കോമ്പൗണ്ടിന് കൊവാലൻ്റ് ക്യാരക്ടറാണ്, അങ്ങനെയൊക്കെ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അതിന് ഡി ഓർബിറ്റലില്ല. അത് ക്വസ്റ്റ്യൻ അതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ NCl3 ഉണ്ടാവും പക്ഷേ NCl5 ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ചോദിച്ചത് NCl5 ഇല്ല പക്ഷേ PCl5 ഉണ്ട്. കാരണം നൈട്രജൻ എന്തില്ല, ഡി ഓർബിറ്റലില്ല. അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തത് ഡയഗണൽ റിലേഷൻഷിപ്പ്, നന്നായിട്ട് പഠിച്ചു പോവുക. ഡയഗണൽ റിലേഷൻഷിപ്പ് അതിൽ ബെർലിയത്തിന് ആരുമായിട്ടാണെന്ന് ബെർലിയം അലൂമിനിയം ആയിട്ടാണ്, ലിഥിയം മഗ്നീഷ്യം ഡയഗണൽ റിലേഷൻഷിപ്പ്. ദെൻ ലാസ്റ്റ് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്, അതും ചിലപ്പോൾ ചോദിക്കാം, അതും നിങ്ങൾ ഒരുങ്ങി പോവാം. നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക് ആൻഡ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും പഠിക്കാം. മഗ്നീഷ്യം ഓക്സൈഡൊക്കെ എക്സാമ്പിൾ പഠിക്കുക. മഗ്നീഷ്യം ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡാണ്, അപ്പോൾ എന്താവും ബേസിക് ആയിരിക്കും. അതേ സമയത്തോ കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റൽ ഓക്സൈഡാണ്, അപ്പോൾ അതെന്താണ് അസിഡിക് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് റെഡിയായി പോവുക. അപ്പോൾ ഇനി ഇതിൻ്റെ അറ്റാച്ച് ചെയ്ത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം കൊടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ